കിടന്നുറങ്ങുന്ന കുഞ്ഞു മനുഷ്യനെ നമ്പരുത് കേട്ടാ, കാരണം ഒരു 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും, റമദാൻ കരീം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്നത്തേത് നമ്മുടെ റമദാൻ 23 കേട്ടോ. ഇപ്പോൾ അത്താഴത്തിന് എഴുന്നേറ്റതാണ്. ഇന്നലെ കുറച്ച് നേരത്തെ തന്നെ യേസൂട്ടൻ ഉറങ്ങിയത് കൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു അത്താഴത്തിന് എഴുന്നേക്കും എന്നുള്ളത്. അതുപോലെ തന്നെ അത്താഴത്തിന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. ഇന്നലെ രാത്രിയിൽ ഞാൻ കുറച്ച് നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ വോയിസ് ഓവറൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 2 മണിക്ക് എഴുന്നേറ്റിട്ടാണ് ഞാൻ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരത്തെ തന്നെ അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോയതാണ്. അപ്പോൾ തന്നെ ആൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ വാപ്പച്ചി ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു കേട്ടോ. ഭയങ്കര കരച്ചിലും സീനൊന്നും ഇല്ലായിരുന്നു. നല്ല കുട്ടിയായിട്ട് കുറച്ച് നേരം വാപ്പച്ചിയുടെ തോളിലൊക്കെ കിടന്നിട്ട് പിന്നീട് അങ്ങ് ഓക്കെ ആയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് എഡിറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയമൊക്കെ യേസൂട്ടൻ കുറച്ച് നേരം ഒന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം കുറുക്കൊക്കെ കിടത്തി ഉറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു 8 മണി വരെ പണിയുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. രാവിലെ എഴുന്നേറ്റതിൻ്റെ ക്ഷീണത്തിൽ പിന്നീട് ഉറങ്ങിക്കഴിഞ്ഞാൽ യേസൂട്ടൻ നല്ലോണം ഉറങ്ങുവേ. അപ്പോൾ ഒരു 11 മണിയോളം ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വാപ്പച്ചി പള്ളിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നല്ല കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നേ കൂടെ പോകാനായിട്ട്. പിന്നെ വാപ്പച്ചി കളിപ്പിച്ച് കുറച്ച് നേരമൊക്കെ ഓക്കെ ആക്കിയിട്ടാണ് നൈസായിട്ട് മുങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ വാപ്പച്ചി ഇറങ്ങിയ സമയത്ത് തന്നെ ഒരു കൊറിയർ വന്ന് കിടപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നേ. സംഭവം യേസൂട്ടൻ്റെ ഡ്രസ്സായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് വീട്ടിലിടാനും പുറത്തിടാനൊക്കെ ആയിട്ട് കുറച്ച് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ളതാണ് കേട്ടോ ഈ ഒരു 3 ടീഷർട്ടും കുഞ്ഞു നിക്കറും വരുന്ന ഈ ഒരു സെറ്റ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇത് പുറത്താണെന്നുണ്ടെങ്കിൽ ഇട്ടുകൊണ്ട് പോകാം കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള പ്യുവർ കോട്ടണിൽ വരുന്ന നല്ല ക്ലോത്തുമാണ്, നല്ല ഫാബ്രിക്കുമാണ്. അത്യാവശ്യം നല്ല റേറ്റിംഗ് കൊടുക്കാൻ പറ്റിയ മുതലാണ് കേട്ടോ. അപ്പോൾ 3 എണ്ണമാണ് ഇതിൽ വരുന്നത്. ഹിസ്റ്റം കൊണ്ടുവന്ന സമയത്ത് തന്നെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് എൻ്റെ അടുത്ത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവന്ന് തരുന്നുണ്ടായിരുന്നേ. ഞാൻ അപ്പം തന്നെ പിന്നെ ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓപ്പൺ ചെയ്താലുള്ള അവസ്ഥ ഇതാണ്. പിന്നീട് കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി കരയും. അതുകൊണ്ട് തന്നെ ഞാൻ പേടിച്ചാണ് തുറന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ വലിയ സീനില്ലായിരുന്നു. ആദ്യത്തെ ആ ഒരു ഡ്രസ്സ് മാത്രം എടുത്ത സമയത്ത് ആൾക്ക് കൊടുക്കാത്തത് കൊണ്ട് ജസ്റ്റ് ഒരു വാശി കാണിച്ചതാണ്. ഇങ്ങനെയൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കാറുണ്ട്. പിണങ്ങി ഒരൊറ്റ കടത്തങ്ങ് കിടന്നു. പിന്നെ നൈസായിട്ട് ഞാനങ്ങനെ ഡീൽ ചെയ്തു. അപ്പോൾ 3 സെറ്റും നല്ല അടിപൊളി കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ് ഇത് കേട്ടോ. അപ്പോൾ ലിങ്ക് വേണ്ടവർ ചോദിച്ചാൽ മതി, ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം യേസൂട്ടന് സ്നാക്ക് ടൈമിൽ ഒരു പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മുട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റ പാടെ തന്നെ നല്ല വിശപ്പുണ്ടാവുമെന്ന് കരുതിയിട്ട് രാവിലത്തെ കുറുക്കിൻ്റെ ബാക്കി കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് സ്നാക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കൈയോട് തന്നെ നമ്മുടെ പുതിയ ഡ്രസ്സങ്ങ് കഴുകിയിട്ടിട്ടുണ്ടായിരുന്നേ. അല്ലാന്നുണ്ടെങ്കിൽ ഇനി പോകുന്ന സമയത്ത് എവിടെയെങ്കിലും പോകാനൊക്കെ ഇറങ്ങുന്ന സമയത്ത് പുതിയതെടുത്തിടണ്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു. കൈക്ക് തന്നെ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പുതിയ ഡ്രസ്സ് അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ചൊറിച്ചിലോ കാര്യങ്ങളൊക്കെ വരുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കഴുകിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. ആ ഒരു പുതുമയും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് ഫെയ്ഡാവും, എങ്കിലും അതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. അതൊക്കെ കഴുകിയിട്ടതിന് ശേഷം ചോറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തെ തന്നെ ചോറും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ യേസൂട്ടനിൽ നിന്ന് കുറച്ച് നേരത്തെ തന്നെ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കുറച്ച് എഡിറ്റും കാര്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോസ് ഇപ്പോൾ കറക്റ്റ് ടൈമിലൊന്നും ഇടാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. 1 മണിക്ക് ഇടാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ചില ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാറുണ്ട്. മാക്സിമം ഞാൻ ഒരു 3 മണിക്കകത്തൊക്കെ ഇൻഷാ അല്ലാ ഇടാനായിട്ട് നോക്കാം. ചില ദിവസങ്ങളിൽ ഒട്ടും നടക്കാറില്ല കേട്ടോ. യേസൂട്ടൻ്റെ ബഹളവും വാശിയൊക്കെ ആവുന്ന സമയത്ത് ഞാനങ്ങ് ലേറ്റായി പോകുന്നതാണ്. പിന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും പിന്നെ കറണ്ടൊക്കെ പോകുന്നത് കൊണ്ട് വൈഫൈ കട്ടാവും. അപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ടും പിന്നീട് ടൈം എടുക്കും. അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇതുവരെ അൽഹംദുലില്ലാ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാ വീഡിയോസും കാണാനായിട്ട് നോക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്താനും മറക്കരുതേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് യേസൂട്ടന് ചോറൊക്കെ കൊടുത്തതിന് ശേഷം കുറച്ച് നേരം എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമസ്കരിച്ചിട്ട് ഞാൻ കുറച്ച് നേരം കിടന്നിട്ടുണ്ടായിരുന്നേ. കാരണം രാവിലെ എഴുന്നേറ്റതിന് ശേഷം പിന്നീട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് 4 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനും ഉമ്മച്ചി കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് സാമ്പാറും മീൻ പൊരിച്ചതും തോരനും മുട്ടക്കോസ് തോരനും ഉണ്ടായിരുന്നു. പിന്നെ ചീര തോരനും ഉണ്ടായിരുന്നു കേട്ടോ. ചീര എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. മാക്സിമം ഇലക്കറികൾ ഉള്ളിൽ പോട്ടെ എന്ന് കരുതിയിട്ട് ഉമ്മച്ചി എല്ലാ
ഐറ്റംസും. അതിനകത്ത് പൊന്നാങ്കണ്ണി ചീര കാണും, ചുവപ്പ് ചീര കാണും, മൈസൂർ ചീര കാണും, കൊഴുപ്പൻ ചീര കാണും. അങ്ങനെ എല്ലാം കൂടെയൊക്കെ വെച്ച് മിക്സ് ചെയ്തിടുവേ. അത്യാവശ്യം നല്ല ടേസ്റ്റും കാണും കേട്ടോ. അതിനൊക്കെ ടേസ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഹെൽത്ത് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാം അടിപൊളിയായിരിക്കും. ഉമ്മച്ചിയുടെ മുരിങ്ങയില തോരനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് സാമ്പാറും മീൻ പൊരിച്ചതും തോരനും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം പാത്രങ്ങളൊക്കെ കഴിക്കാനുണ്ടായിരുന്നു, കിച്ചണൊക്കെ ഒതുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്യൂട്ടീസൊക്കെ എനിക്കായിരുന്നു. പിന്നെ അകൊക്കെ ഒന്ന് അടിച്ചു വാരാനുണ്ടായിരുന്നേ. രാവിലെ ഒരു അടിച്ചു വാരൽ കഴിഞ്ഞതാണ്. പിന്നെ ഓടിച്ചൊന്ന് അടിച്ചു വരാനേ ഉണ്ടായിരുന്നുള്ളൂ. എന്തെങ്കിലും ചെറിയ പൊടികളോ മണ്ണോ അല്ലെങ്കിൽ ഈസൂട്ടിന് കൊടുത്ത സ്നാക്കോ ഐറ്റംസൊക്കെ അവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും. രാവിലെ ബിസ്ക്കറ്റാണ് ആള് കഴിക്കാനായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ചൊന്ന് ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബിസ്ക്കറ്റ് കഴിക്കാത്തതുകൊണ്ട് ഞാനൊരു ഓറഞ്ച് കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓറഞ്ച് കൊടുത്ത സമയത്ത് ആൾ ഓടി വന്നിട്ട് വീണ്ടും ബിസ്ക്കറ്റ് എടുക്കുന്നുണ്ടായിരുന്നേ. കാരണം കഴിക്കണമെങ്കിൽ ഹെൽത്തി അല്ലാത്ത എന്തെങ്കിലും കഴിക്കാന്നുള്ളൊരു വാശിയാണ് ഈ ടോഡ്ലർ സ്റ്റേജിൽ. എല്ലാ പിള്ളേർക്കും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഏതാണോ കുറച്ചുകൂടെ ഹെൽത്തി അല്ലാത്തത് അത് നോക്കാന്നുള്ള രീതിയിലാണ് എന്ത് കൊടുത്തു കഴിഞ്ഞാൽ. ഫ്രൂട്ട്സും ബേക്കറിയും കൊടുത്തു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ഒരു മക്കളും ചൂസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പഴമൊക്കെ കൂടുതലും മക്കൾ ഇഷ്ടപ്പെടും. പക്ഷേ ബാക്കിയുള്ള ഐറ്റംസ് ഒന്നും ഒരു 6 മാസമൊക്കെ ആയിരുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടം ഫ്രൂട്ട്സ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ബിസ്ക്കറ്റോ സ്നാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് വാശി പിടിക്കും. ഹേസുട്ടിനെ ഇന്ന് കുറച്ച് നേരത്തെ എന്നെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ നോമ്പ് തുറക്കുന്നതിൻ്റെ ആ ഒരു സമയത്ത് കിടന്ന് ഹർബറി ആവണ്ടെന്ന് കരുതിയിട്ട് നേരത്തെ എന്നെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം മെയിൻ ഫുഡിൻ്റെയൊക്കെ പരിപാടി കഴിഞ്ഞപ്പോൾ ജ്യൂസ് അടിച്ച് വയ്ക്കലും പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യലും അങ്ങനെയുള്ള പരിപാടിയിലൊക്കെ ആയിരുന്നു. ഇന്ന് കുറച്ചധികം ദാഹമുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചൈനീസ് ഓറഞ്ച് വെച്ചിട്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് ചൈനീസ് ഓറഞ്ചും അല്ലാത്ത ഓറഞ്ചും പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് വാട്ടർ മെലണും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രഷ് ജ്യൂസ് എല്ലാ ദിവസവും കുടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പും കാര്യങ്ങളും വരും. അത് മാത്രമായിരിക്കുമ്പോൾ ചില ദിവസങ്ങളിൽ നല്ല ദാഹമുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും നാരങ്ങ വെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ കട്ടിയില്ലാത്ത എന്തെങ്കിലുമൊക്കെ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കാനായിട്ട് തോന്നേ. അപ്പോൾ ഇന്ന് കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നല്ല ദാഹം ഉണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞിട്ട് ടേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സും ജ്യൂസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇന്ന് കടി ഐറ്റംസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, പൊരിപ്പ് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ത്വരയാണ് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കാൻ. പക്ഷേ ചില ദിവസങ്ങളിൽ ഞാനത് കൺട്രോൾ ചെയ്യും. ചില ദിവസങ്ങളിൽ ഒട്ടും വയ്യായിരിക്കും, ഭയങ്കര മടിയൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നോമ്പൊക്കെ തുറന്നു. ഹിസുട്ട് അതിൻ്റെ ഇടയ്ക്ക് എന്നെ ഒരു കുപ്പി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഫ്രിഡ്ജ് തുറന്ന സമയത്ത് 7-Upൻ്റെ ഒരു കുപ്പി ഇരിക്കുന്ന കണ്ടിട്ട് അതെടുത്ത് വെച്ചിട്ട് ഉരുട്ടി കളിക്കാനായിട്ട് ഭയങ്കര കരച്ചിലും വാശിയൊക്കെ ആയിരുന്നു. അങ്ങനെ അതെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നോമ്പ് തുറന്ന സമയത്ത് അതുകൊണ്ട് ഒന്നും കഴിക്കാണ്ട് ആൾ രക്ഷപ്പെട്ട് ഇത് വെച്ച് കളിക്കുന്നുണ്ടായിരുന്നേ. ചില ദിവസങ്ങളിൽ നോമ്പ് തുറക്കുന്ന സമയത്താണ് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത്. ഇന്ന് അങ്ങനെ ഇല്ലായിരുന്നു. ആ ഒരു കുപ്പി കിട്ടിയതുകൊണ്ട് ചുമ്മാ അത് വെച്ചിട്ട് കളിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നോമ്പ് തുറന്ന് നമ്മൾ നമസ്കരിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമസ്കരിച്ചതിന് ശേഷം ഹേസുട്ടന് കുറുക്ക കൊടുത്തിട്ടുണ്ടായിരുന്നേ. കുറുക്ക കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം വൈകുന്നേരം സ്നാക്ക് ഐറ്റംസ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫ്രൂട്ട്സും ഒന്നും കഴിക്കാത്തത് കൊണ്ട് അവൻ എന്തെങ്കിലും കൊടുത്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സമാധാനമായിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവന് കുറുക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നേ. ചോറും ഉണ്ടായിരുന്നു, ദോശ ഉണ്ടായിരുന്നു. ദോശ മില്ലറ്റൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ദോശയായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഹെൽത്തി ആക്കാമെന്ന് വിചാരിച്ചിട്ട് ദോശ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദോശയും സാമ്പാറും തോരനും മീൻ പൊരിച്ചതും ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഹേസുട്ടന് ഉറക്കം വന്നിട്ട് അങ്ങനെ ഹേസുട്ടനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ കുളിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വ്ളോഗിൽ ബാക്കി വിശേഷങ്ങളായിട്ട് കാണാമേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബൈ.